ശിവഗിരി തീർത്ഥാടനം അതിന്റെ കനക നവതിയിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കൊപ്പം യോഗനാഥം ന്യൂസിനൊപ്പം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ സ്വന്തം വാനമ്പാടി ചിത്ര ചേച്ചി നമുക്കൊപ്പം ചേരുന്നു. ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്ന് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കനക നവതി ആഘോഷങ്ങളിൽ ചേച്ചി എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? എന്താ പറയണ്ടേ, വളരെ വരുമ്പോൾ തന്നെ ആൾക്കാരെ കൊണ്ട് റോഡ് നിറച്ചും ആൾക്കാരും വളരെ വിശാലമായിട്ട് നടത്തുന്ന ഒരു ഫംഗ്ഷനാണ്. നവതി ആഘോഷമാണ്. അതുപോലെ ഗുരുദേവനെ രവീന്ദ്രനാഥ് ടാഗോർ വന്ന് സന്ദർശിച്ചിട്ട് പോയതിൻ്റെ വർഷവും കൂടെയാണ്. അങ്ങനെ എല്ലാം കൂടെ ഒരു എന്താ പറയണ്ട, ഒരു നവതിയുടെ നിറവിൽ ശിവഗിരി ഒന്ന് അങ്ങനെ സമ്പൂർണ്ണമായിട്ട് നിൽക്കണമെന്ന് തന്നെ പറയാം. സന്തോഷം, തീർച്ചയായിട്ടും സന്തോഷം. പിന്നെ എന്താ പറയുക, ഒരു വിശിഷ്ട ഗായിക എന്നുള്ളൊരു പുരസ്കാരം എനിക്ക് തന്നു ഇന്ന്. അതോടൊപ്പം തന്നെ കലാപരിപാടികളുടെ ഉദ്ഘാടനവും ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരുപാട് നന്ദിയും കടപ്പാടും ഈ സമയത്ത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ ശിവഗിരിയുടെ ഈ ഒരു ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രണ്ടുപേരും നമുക്ക് വേണ്ടി ഒന്ന് പാടാൻ പറ്റുമോ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലിതിന്. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലിതിന്. അപ്പോൾ ചേച്ചിയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ കലോത്സവവും മറ്റു കാര്യങ്ങളും ഒക്കെ കുട്ടികളുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ തലമുറയോട് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? നമ്മുടെ ആ മത്സരങ്ങളെ പറ്റിയും അതിനെ അവർ കാണുന്ന കാഴ്ചപ്പാടുകളൊക്കെ ഇല്ലേ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് എല്ലാവരും മിസ് ചെയ്തൊരു കാര്യം തന്നെയാണ് കലോത്സവം. അപ്പോൾ വീണ്ടും ഒത്തുകൂടുന്ന ഈ ഒരു അവസരത്തിൽ ഇപ്പം ഞാൻ പറയുമ്പോൾ ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൾച്ചറും കുട്ടികൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതും നല്ല നല്ല ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുന്നതും ഒക്കെ ഈ ഒരു അവസരത്തിലാണല്ലോ. നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ നിലനിന്ന് പോകും. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു നല്ല അവസരമാണ്. അപ്പം എല്ലാവരോടും പറയാനുള്ളത്, ഏത് മത്സരത്തിനാണ് പങ്കെടുക്കുന്നത് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ച് പ്രസൻറ്റ് ചെയ്യുക. പ്രൈസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷേ നമ്മൾ പെർഫോം ചെയ്യുന്നതിന് നമുക്കൊരു മനസ്സിന് തൃപ്തി ഉണ്ടാകത്തക്ക വിധത്തിൽ കുട്ടികൾക്ക് പാടാനോ ഡാൻസ് ചെയ്യാനോ എന്താണ് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായി ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഈ പറഞ്ഞ മാതിരി ഇടയ്ക്ക് കുറേ കാലം യൂത്ത് ഫെസ്റ്റിവലിനെ കുറിച്ച് കൂടുതൽ കേട്ടിരുന്ന പരാതി പേരൻസിൻ്റെ ഇൻ്റർഫിയറൻസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. മത്സരങ്ങൾ കഴിയുമ്പോൾ അടിയും അങ്ങനെയൊക്കെ ഉള്ള അതൊന്ന് അത് കലോത്സവം കുട്ടികൾക്കാണ്. അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ട, പഠിച്ചതാണെങ്കിലും പല പാട്ടുകളാണെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന, ഷെയർ ചെയ്ത് നല്ലത് എടുക്കുക, വേണ്ടാത്തത് കളയുക, പ്രത്യേകം നല്ല കൂട്ടുകെട്ടിൽ മാത്രം പെടുക എന്നുള്ളൊരു ഉപദേശവും കൂടെ ഉണ്ട്. അത് ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞ മാതിരി അത് മത്സരങ്ങൾ ആ ഒരു കണക്കിലെടുക്കാവും. വഴക്കും ഷണ്ടയൊന്നും നമുക്ക് വേണ്ട. അതെ 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 അങ്ങനെ അതെ തീർച്ചയായിട്ടും അതെ. യോഗനാഥം ന്യൂസ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും. 2023 പിറക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അപ്പോൾ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ചേച്ചിക്ക് എത്ര നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.